ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു വി ഷേപ്പ് നെക്ലേസ് ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലത്തെ ഒരു നെക്ലേസ് കാണിച്ചിരുന്നു. അതിൽ നിന്നും ചെറിയ ചേഞ്ചസോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിച്ചിട്ടുള്ള പോള് വൈറ്റ് പേഡ്, ഓഫ് വൈറ്റ് പേഡാണ്. പേഡ് ഒരു ഡ്രെയിൻ ഡ്രോപ്പ് ഷേപ്പിലുള്ളതാണ്. ഇതിനു വേണ്ടി നമ്മൾ ഏകദേശം 1 മീറ്റർ നീളത്തിലുള്ള നൂലെടുത്തിട്ടുണ്ട്. നൈലോൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആദ്യം ഒരു വലിയ പേൾ ബീഡ് ഇട്ട് അതിന് ശേഷം 3 ചെറിയ ബീഡ് പിങ്ക് കളറിൽ, ഒനിയൻ പിങ്ക് കളറിലുള്ള 3 ബീഡ് ഇട്ടിട്ടുണ്ട്. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. ഇതിന് ചുറ്റും നമുക്ക് ഈ ബീഡ് വെക്കണം, ഒരു ഫ്ലവർ ടൈപ്പിലാക്കി എടുക്കണം. ഇനിയും 3 ബീഡും കൂടി ഇട്ടിട്ട് വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ്. ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ കാണുമ്പോൾ പ്രയാസം എന്ന് തോന്നിപ്പോയെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിരിക്കും. ഇങ്ങനെ 6 ബീഡ് വെച്ചതിന് ശേഷം 2 സൈഡിലും ഓരോ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 ബീഡും കൂടി എടുക്കണം. എന്നിട്ട് അടുത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അവിടെ ഫിറ്റായി ഇരുന്നാൽ മതി. നമുക്ക് തന്നെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം അത് ഫിറ്റായിരുന്നു. അതിനനുസരിച്ച് ഇങ്ങനെ മറ്റേ അടുത്തുള്ള സൈഡിലുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്തെടുത്താൽ മതി. എങ്ങനെയാണ് നമുക്ക് കംഫർട്ടായി അത് അവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്ന വരെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കോർത്തെടുക്കുക. അത്ര പണിയുള്ളൂ. എല്ലാ ബീഡും ശരിക്കും അവിടെ ഒന്നിരുന്നാൽ മതി. 8 ബീഡാണ് അവിടെ ഇതിന് ചുറ്റും വെച്ചിട്ടുള്ളത്. 2 സൈഡിലും 6 ആദ്യം കോർത്തു. പിന്നെ 2 സൈഡിലും ഓരോന്നായിട്ടും കൂടി ചെയ്തു, ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഉള്ളിലൂടെയൊക്കെ ഒന്ന് കോർത്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോക്കറ്റിൻ്റെ ബാക്കി ഭാഗം ചെയ്യുന്നത് 2 പേൾ ബീഡ് ഇട്ടിട്ടുണ്ട്. ആദ്യം വൈറ്റ് പേൾ ബീഡ് 2 ഇട്ട് അതിന് ശേഷം 2 ചെറിയ ബീഡും കൂടി ഇട്ട് എന്നിട്ട് ആ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്തെടുക്കുകയാണ്. ഓപ്പോസിറ്റ് ആയിട്ടിട്ട് ഒന്ന് കോർത്തെടുക്കുകയാണ് ഇതുപോലെ. അപ്പോൾ ഈ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. വീണ്ടും നമ്മൾ 2 പിങ്ക് ബീഡ് ഇട്ടു. ഇനി 1 പേൾ ബീഡാണ് ഇടുന്നത്. ഇനി അങ്ങോട്ടല്ല, ഓരോ പേൾ ബീഡാണ് നമ്മൾ ഇടുന്നത്. 1 പേൾ ബീഡ് ഇട്ട് പിന്നെ ആ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ തന്നെ 2 റോസ് ബീഡ് ഇടുന്നുണ്ട്, പിങ്ക് ബീഡ് ഇടുന്നുണ്ട്. 1 പേൾ ബീഡ് ഇടുക. ആ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ വീണ്ടും കോർത്തെടുക്കുക. ഓപ്പോസിറ്റായിട്ട് കോർത്തെടുക്കുക. ഇതേ രീതിയിൽ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി, എളുപ്പമാണ്. ഇവിടെ ഏകദേശം 9 പേൾ ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട്. 10 പേൾ ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റൗണ്ടായി കിട്ടി. അപ്പം ഇതിനെ നമ്മൾ പിന്നെ ലാസ്റ്റ് ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തേന്നുള്ളൂ. അതൊരു റൗണ്ട് ഷേപ്പാവും. പിന്നെ നമ്മൾ ആ കുന്തൻ സ്റ്റോൺ വെക്കാൻ വേണ്ടിയിട്ട്, കുന്തൻ സ്റ്റോണിൻ്റെ സെൻറ്ററിലും കുറേ ഗ്യാപ്പുകൾ കാണാം നമുക്ക് തുന്നാനുള്ള. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് അവിടെ വെച്ചതിന് ശേഷം ഉള്ളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോർത്തെടുത്താൽ മതി. എത്ര പണിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇന്ന സൈഡിലൂടെ കോർക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഏതാ അവിടെ നന്നായി അത് ഇരിക്കുന്നത്, ഏത് രീതിയിലൂടെ കോർത്താലായിരിക്കും അങ്ങനെ ഒന്ന് കോർത്തിരിക്കുക. പിന്നെ നമ്മൾ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ബാക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തുമ്പൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കാണൂല, ബാക്കിലൊന്നും കാണൂല. നമ്മൾ മുമ്പ് കോർത്തെടുത്ത തുമ്പ് എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷമാണ് ഈ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുന്നത്. ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിലും ഓരോ ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട്. ചെറിയ ചെറിയ 2 ബീഡ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു നൂലെടുത്തിട്ട് ചെറിയ ഗോൾഡൻ ബീഡ്, ഒരു ഷുഗർ ബീഡ് ആണ്, എല്ലാ ഗ്യാപ്പിലും 2 ബീഡ് ഇടവിട്ടതിന് ശേഷം അങ്ങനെ ജസ്റ്റ് ഒന്ന്
കോർത്തെടുക്കുക. എത്ര പണിയുള്ളൂ. ഇതുപോലെ ഇങ്ങനെ 2 എണ്ണം ഇടവിട്ട് ഇങ്ങനെ കോർത്തെടുക്കുന്നുണ്ട്. അവസാന ഭാഗം ആ ഫെൽറ്റ് ഷീറ്റുമേൽ വെച്ചിട്ടൊന്നിങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 തവണ ഒന്ന് കെട്ടിട്ടാൽ അതവിടെ സെറ്റായിരുന്നോളും. പിന്നെ ബാലൻസ് നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാലയ്ക്കുള്ള ഭാഗം ചെയ്യണം. അതിന് വേണ്ടി ഒരു സൈഡ് നമ്മൾ നൂലെടുത്തിട്ട് ഏകദേശം 1 മീറ്റർ നീളമുള്ള നൂലെടുക്കണം. 2ആയി ഭാഗിക്കേണ്ടതാണ്. 2 സൈഡിൽ നമുക്ക് കോർക്കേണ്ടതാണ്. അപ്പോൾ ഒരു സൈഡിലൂടെ ഒരു ബീഡിൻ്റെ ഇടയിലൂടെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുമ്പ് ബ്രേസ്ലെറ്റിനൊക്കെ ചെയ്ത രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു തുന്നൽ രീതി തന്നെയാണ്. ആദ്യം 2 പേൾ ബീഡ് ഇടുക, അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഒരു പിങ്ക് ബീഡ് ഇടുക, വീണ്ടും 2 പേൾ ബീഡ് അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിങ്ക് ബീഡ് എന്ന നിലക്ക് ഇങ്ങനെ ജസ്റ്റ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അവസാന ഭാഗം നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ഭാഗത്തെ മാലയുടെ ഭാഗം കോർക്കുക. അതുപോലെ തന്നെ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നൂല് കോർത്തെടുക്കുക. അപ്പുറം സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡും ഒന്ന് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ 2 ബീഡ് പേൾ ബീഡ് ഇട്ട് അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള പിങ്ക് ബീഡ് ഇട്ട് അങ്ങനെ നമ്മൾ കോർത്തെടുത്ത് ജസ്റ്റ് ഒന്ന് എൻഡ് ഭാഗം ഒന്ന് കെട്ടിയിടണം. അല്ലെങ്കിൽ നൂല് അടുത്ത വർക്ക് ചെയ്യുമ്പോൾ മുത്തെല്ലാം പുറത്തേക്ക് പോവും. ഇനി നമ്മൾ കുറച്ച് നൂലെടുത്തിട്ട് ഈ സൈഡിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലൊക്കെ നേരത്തെ നമ്മൾ ലോക്കറ്റിന് കോർത്ത് വെച്ച ആ ഗോൾഡൻ ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കണം. ഓരോ ഗ്യാപ്പിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വേറെ സെപ്പറേറ്റ് ഒരു നൂലെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം ആ ഭാഗം ഫില്ലായി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കെട്ടിയിടുക. പിന്നെ നമുക്ക് ബാക്കിൽ ചെയിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചരട് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ചെയിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ചെയിനിൻ്റെ കണ്ണിയും വെച്ചൊന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മളത് ക്ലിയർ ആയി കഴിഞ്ഞു. ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിടുക. ഒരു സൈഡ് നമ്മളത് റെഡി ആയി കഴിഞ്ഞു. അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്താൽ മതി. ചെറിയൊരു നൂലെടുത്തിട്ട് ഒന്ന് നമ്മൾ ആദ്യം കെട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ലാസ്റ്റ് നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ തിരിച്ചിങ്ങനെ അങ്ങോട്ട് തന്നെ ആ ലാസ്റ്റിലേക്ക് തന്നെ എത്താൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ അവിടെ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ലാസ്റ്റ് ഭാഗം ഒന്ന് മറ്റേ അത് ഓൾറെഡി ഉള്ള തുമ്പുമായിട്ടൊന്ന് കെട്ടി അതിന് ശേഷം നമ്മൾ ചെയിനുമായിട്ടൊന്ന് യോജിപ്പിച്ച് ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് ഇത്ര പണിയുള്ളൂ. നമ്മളെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ, കാണാനും നല്ല ലുക്കാണ്. ഇത് സാരിയിലേക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.